ബ്രദർ, എന്റെ ദേഹത്തോടല്ലേ ഐ വിൽ പഞ്ച് യുവർ നോസ്. ഈ മാസം 27ാമത്തെ പ്രാവശ്യമാണ് ബ്രോ എന്റെ അടുത്ത് പിണങ്ങുന്നത്. അല്ല, ഇപ്പൊ പിണങ്ങുള്ള റീസൺ എന്താ? ഇന്നലെ നീ ടർഫിൽ കളിക്കാൻ പോയപ്പോ എന്നെ വിളിച്ചോ? നിന്റെ അടുത്ത് ഞാൻ ഇന്നലെ മെസ്സേജ് ചോദിച്ചില്ലേ, നീയല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞേ. അവസാനം ആളെ തയ്ക്കാൻ വേണ്ടി ഞാൻ ഉന്നെ വിളിച്ചോണ്ട് പോയി. ഓ, തുണ്ണിക്ക് ഫോൺ വിളി, നമുക്ക് വെറും മെസ്സേജ്. എടാ, ഇതൊക്കെ പിണങ്ങാനുള്ള ഒരു റീസൺ ആണ്. നീ ആരെന്റെ പെണ്ടാട്ടിയാ ഡെയിലി ഇങ്ങനെ എന്റെ അടുത്ത് പിണങ്ങാൻ? എന്റെ പൊന്നു ബ്രോ, നീ ഇങ്ങനെ ഇഞ്ചി ആവല്ലേ. ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി. എന്നാ ഓക്കെ. ഒന്നും പറയാൻ പറ്റില്ല, അപ്പൊ പിണങ്ങി കളയും. ഇന്നലത്തെ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെ സൈഡ് ബോസിൽ നിൽക്കണം. അത് 916 അവരാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ തിരിഞ്ഞു നീങ്ങനെ കണ്ടപ്പോ വാഴക്കൊല പഴിപ്പിക്കാൻ വേണ്ടി ചാക്കിലിട്ട് വെച്ച പോലെ ഉണ്ട്. മച്ചാനെ, ഞാൻ ചുമ്മാ കളിക്ക് പറഞ്ഞു. നിന്റെ കളിപ്പിള്ള ചുമ്മാ ഷോണിക്കല്ലേ, മര്യാദയ്ക്ക് വാ. നിർത്തി, ഇതോടെ എല്ലാം നീ എന്തോന്നാ ഒരുമാതിരി LKG പിള്ളേരെ പോലെ പിണക്കേശേ. പിണക്കേശ് നിന്റെ തന്ത. മച്ചാനെ, നമ്മൾ അങ്ങനെയാണ്. ഏത് നമ്മള്? ഇനി നീ വേറെ, ഞാൻ വേറെ. കാണാം, ചുമ്മാ ഷോ മാത്രം. എവിടെ പോകാനാണ്? എന്റെ അടുത്ത് തന്നെ വരും. ഹലോ, ആര്? ഞാനെന്ന് പറഞ്ഞ ആരാണ്? ഞാൻ പേരൊന്നുമില്ലേ. അനന്തു. ജമന്തിയാ? നിന്റെ വണ്ടി ഒന്ന് കാണാൻ ഒരു സ്ഥലം വരെ പോവാ. സോറി, എന്റെ വണ്ടി ഞാൻ റെന്റിനൊന്നും കൊടുക്കാറില്ല. നിനക്ക് തരാൻ പറ്റുമോ ഇല്ലേ? നോക്കാം. വണ്ടി എന്തോടെ മുഖത്തൊന്നും നോക്കൂലേ? അയ്യ, സൂപ്പർ ആയിരിക്കും. ചില പിണക്കങ്ങൾ അങ്ങനെയാണ്, 5 മിനിറ്റിന്റെ ആയുസ് പോലും കാണില്ല. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു. അതുപോലെ പിണങ്ങും തോറും ചില ബന്ധങ്ങളുടെ ആഴവും കൂടും.